Good morning. Today we are starting with the next multiplexing concept, which is code division multiplexing. Okay, so till now we have covered the frequency division multiplexing, time division multiplexing, wavelength division multiplexing. Okay, and the final one is code division multiplexing. So the main concept behind the code division multiplexing is that many users are trying to communicate in a channel, and each user will be separated by a unique code. Okay, each user is separated by a unique code. Okay, this means that a particular user can use any sort of bandwidth at any time without any interference, but they are going to communicate through a unique code. Each user will be communicating through a unique code. Okay, so here all channels will be using the same frequency all the time, okay, without any interference, but having different code. That is the concept of multiplexing. Okay, so code division multiplexing, let us see the theoretical part. All channel use the same frequency at the same time for transmission, but with a different code. ഓക്കെ, ഇപ്പോൾ എല്ലാ ചാനൽസും അല്ലെങ്കിൽ എല്ലാ യൂസേഴ്സും എന്താണ് ഒരേ എല്ലാ ഫ്രീക്വൻസി യൂസ് ചെയ്യാം, സെയിം ഫ്രീക്വൻസി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഒരേ സമയത്ത് ആ സെയിം ഫ്രീക്വൻസി യൂസ് ചെയ്യാൻ പറ്റും, ബട്ട് ഈച്ച് വൺ ഓഫ് വിൽ ബി ഹാവിങ് ഡിഫറെൻറ്റ് കോഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഗാർഡ് സ്പേസ്, അതായത് നമ്മുടെ ചാനൽ ഓരോ യൂസേഴ്സ് തമ്മിലുള്ള സ്പേസിങ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? യൂസിങ് കോഡ്. ഓക്കെ, കോഡ് വെച്ചിട്ടാണ് സ്പേസിങ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ കോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു യുണീക്കായിട്ടുള്ളൊരു ബൈനറി കോഡായിരിക്കും. അപ്പോൾ ആ കോഡും ഇവരുടെ ഇവരുടെ കയ്യിലുള്ള ഇൻഫർമേഷനും കൂടെ ഇതിൻ്റെ ഈ കോഡിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു? എക്സോർ ചെയ്യുകയോ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുകയോ ചെയ്യും. ഓക്കെ, അങ്ങനെ കിട്ടുന്ന ഔട്ട്പുട്ട് വെച്ചിട്ടാണ് ഈ ഓരോ ചാനലുകാരും എന്ത് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്, ഈച്ച് യൂസർ യൂസ് ദ സെയിം ഫ്രീക്വൻസി ത്രൂ ഔട്ട് at the same time, okay, for transmission, but with the different code. So the guard space is provided in the codes. Clear? This is the figure. ഓക്കെ, ഇതാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ഇപ്പോൾ ഇവിടെ 3 ഡൊമൈനായിട്ട് പറഞ്ഞിട്ടുണ്ട്: കോഡ്, ടൈം, ഇവിടെ ഫ്രീക്വൻസി ഉണ്ട്. അത് വരയ്ക്കാൻ വിട്ടുപോയതാണ്. ഹിയർ ഇറ്റ് ഈസ് ഫ്രീക്വൻസി. ഓക്കെ, കോഡ്, ടൈം, ഫ്രീക്വൻസി. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ കണ്ടോ, ഇതെല്ലാം ഓരോ ചാനലാണ്, ഓരോ യൂസേഴ്സാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരേ സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഫ്രീക്വൻസി യൂസ് ചെയ്യാം, എല്ലാ ടൈമും യൂസ് ചെയ്യാം. പക്ഷേ വ്യത്യാസം വരുന്നത് ഏതാണ്? കോഡിലാണ് വ്യത്യാസം വരുന്നത്, അല്ലേ? അപ്പോൾ ഈ ഗാർഡ് സ്പേസസ് എന്ന് പറയുന്നത് ഈസ് ബിറ്റ്വീൻ ദ കോഡ്. ഓക്കെ, അപ്പോൾ ഇത് കാണിച്ചിരിക്കുന്ന ഒന്നുമല്ല, നമുക്ക് K1 തൊട്ട് K5 വരെയുള്ള ചാനൽസാണ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും യൂസേഴ്സാണ് ഇവിടെ നമുക്ക് ഈ ചാനലിൽ കൂടെ വിടാനുള്ളത്. അവർ നമുക്ക് എങ്ങനെ ഈ ചാനലിൽ കൂടെ കടത്തിവിടാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ദിസ് ഈസ് കോഡ് ഡൊമൈൻ, ഫ്രീക്വൻസി ഡൊമൈൻ ആൻഡ് ദിസ് ഈസ് ടൈം ഡൊമൈൻ. ഓക്കെ, അപ്പോൾ അതിലൊന്നും വ്യത്യാസമില്ല. നമ്മൾ ഈ കോഡ് ഡൊമൈനിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഓരോ യൂസേഴ്സിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ സെപ്പറേഷൻ ഈസ് ബിറ്റ്വീൻ ദ കോഡ്സ്. ക്ലിയർ? ദിസ് ഈസ് ദ മെയിൻ കോൺസെപ്റ്റ് ഓഫ് കോഡ് ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്. ഓക്കെ, ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈച്ച് യൂസർ വിൽ ബി മൾട്ടിപ്ലൈയിങ് വിത്ത് എ യുണീക്ക് കോഡ് ഓർ എ ചിപ്പിംഗ് കോഡ്. ഇതിന് നമ്മൾ ചിപ്പിംഗ് കോഡെന്നും പറയും. ഓക്കെ, അപ്പോൾ ഈ ചിപ്പിംഗ് കോഡ് വെച്ച് ഇതിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കോൺസെപ്റ്റുകൾ യു വിൽ ബി സ്റ്റഡിയിങ് ഇൻ ദ ടോപ്പിക് കോൾഡ് സ്പ്രെഡ് സ്പെക്ട്രം. ഓക്കെ, നമ്മളൊരു സ്പെക്ട്രൽ ബാൻഡ്വിഡ്ത്തിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണ് സ്പ്രെഡ് സ്പെക്ട്രം. അവിടെ എങ്ങനെയാണ് ഇൻപുട്ടിൻ്റെ കൂടെ നമ്മളൊരു ചിപ്പിംഗ് കോഡ് വെച്ചിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും, അതിനെ മൾട്ടിപ്ലൈയോ എക്സോർ ചെയ്യുകയോ ചെയ്യും. ഓക്കെ, അങ്ങനെ കിട്ടുന്ന ഔട്ട്പുട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ചിപ്പിംഗ് കോഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസെപ്റ്റിനെയാണ് നമ്മൾ കോഡ് ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പീപ്പിൾ സ്പീക്കിംഗ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഇൻ എ പാർട്ടി.
Okay, for example, in a large gathering, many people will be communicating with each other. Okay, each one will be communicating with the different languages. Okay, so how can we identify each user's speech or each user's communication? That can be done only through by identifying the language. ഓക്കെ, കാരണം എല്ലാവരും ഒരേ ഫ്രീക്വൻസി, വോയിസ് ഫ്രീക്വൻസി അല്ലേ പാർട്ടിയിൽ, എല്ലാവരും ഒരേ ഫ്രീക്വൻസിയിലാണ് ചെയ്യുന്നത്. അറ്റ് എ സൈമിൾട്ടേനിയസ്ലി all are communicating in the same voice frequency. So how can we specify each user? They can be specified by the language in which they are communicating. ചിലർ മലയാളത്തിലായിരിക്കും, ചിലർ ഇംഗ്ലീഷിലായിരിക്കും, ചിലർ ഹിന്ദിയിലായിരിക്കും, ഓക്കെ, ചിലർ തമിഴിലായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്, അപ്പോൾ അവരെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ലാംഗ്വേജ് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് ദെയർ ലാംഗ്വേജ്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞത്. ഓക്കെ, പീപ്പിൾ സ്പീക്കിംഗ് ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഇൻ ദ പാർട്ടി എന്ന് പറഞ്ഞാൽ അതാണ്. പാർട്ടി എന്ന് പറയുന്നത് ഒരു സമയത്ത് നടക്കുന്നൊരു സംഭവമാണ്. ഓക്കെ, ഒരു സമയത്ത് ഒരേ ഫ്രീക്വൻസിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാർ, കുറേ യൂസേഴ്സ്, അവരെ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? അവരെ ആ ഓരോ കമ്മ്യൂണിക്കേഷൻ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ പറ്റും? with their language in which they are speaking. Okay, this is the main example for the code division multiplexing. Okay, so the main concept of this code division multiplexing means that all channels or all users can use the same frequency the same time, okay, without any interference, but each one will be having a different code. ഓക്കെ, ഒരു യുണീക്ക് കോഡ് വെച്ചിട്ടാണ് ഓരോ ആൾക്കാരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, advantage. The main advantage of this code division multiplexing is that good protection against interference and tapping. ഓരോ ആൾക്കാരും ഓരോ കോഡ് വെച്ച് സംസാരിക്കുന്നത് കൊണ്ട് ഓരോ ചാനലും ഓരോ കോഡ് വെച്ചിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ടാപ്പ് ചെയ്യാൻ വേറൊരു തേർഡ് പാർട്ടിക്ക് ഈ ഇൻഫർമേഷൻ ടാപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഹി മസ്റ്റ് ബി നോയിങ് ദാറ്റ് കോഡ്. ഓൺലി ആഫ്റ്റർ ദാറ്റ് വിൽ ബി ഏബിൾ ടു ടാപ്പ് ദാറ്റ് ഇൻഫർമേഷൻ. ഓക്കെ, പിന്നെ ഇൻ്റർഫിയറൻസും വരുന്നില്ല. ഈ ചാനലുകൾ തമ്മിൽ, ഈ യൂസേഴ്സ് തമ്മിൽ ഇൻ്റർഫിയറൻസ് വരുന്നില്ല. ഓക്കെ, ഒരു പാർട്ടിയിൽ എല്ലാവരും ഒരേ വോയിസ് ഫ്രീക്വൻസിയിൽ സംസാരിക്കുന്നതിൽ ഇൻ്റർഫിയറൻസ് വരില്ല. കാരണം എന്താണ്, ഓരോ ആൾക്കാരും പല ലാംഗ്വേജിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, so good protection against interference and tapping. Code space is huge compared to the frequency space. Okay, this means that നമുക്ക് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങിൽ നമ്മൾ പറഞ്ഞു ഈച്ച് യൂസർ ഈസ് പ്രൊവൈഡഡ് എ സെപ്പറേറ്റ് ഫ്രീക്വൻസീസ്. ഓക്കെ, നമ്മൾ റേഡിയോ ചാനൽ, റേഡിയോയുടെ കാര്യം ഓർക്കുക. നമുക്ക് ഓരോ റേഡിയോ ബാൻഡ്സിനും ഓരോ ഫ്രീക്വൻസി അല്ലേ. ഓക്കെ, നമ്മുടെ റെഡ് FM-ന് 93.5, ബിഗ് FM 92.7. ഓരോ ബാൻഡിനും ഓരോ ചാനലിനും ഓരോ ഫ്രീക്വൻസിയാണ്. അപ്പോൾ അങ്ങനെ ഈ ഫ്രീക്വൻസി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ലിമിറ്റഡാണ്. ഓക്കെ, നമ്മളെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡാണ്. അപ്പോൾ ഇത്രയും ഒരുപാട് യൂസേഴ്സിന്, ഇങ്ങനെ മില്യൺസ് ഓഫ് യൂസേഴ്സിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഫ്രീക്വൻസീസ് നമുക്കില്ല. ഓക്കെ, പക്ഷേ കോഡെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമുക്ക് കോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കോമ്പിനേഷൻ ഓഫ് കോഡ്സ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് പറയുന്നത് കോഡ് സ്പേസ് ഈസ് ഹ്യൂജ്. കോഡ് കൊടുക്കാൻ നമുക്കുണ്ട് കമ്പയർഡ് ടു ദ ഫ്രീക്വൻസി സ്പേസ്. ഫ്രീക്വൻസി, ഇത്രയും ഫ്രീക്വൻസികൾ നമുക്ക് ഇത്രയും യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ക്ലിയർ. അതുകൊണ്ടാണ് നമ്മൾ ഈ മൊബൈൽ ഫോണുകളിൽ നമുക്ക് വേണമെങ്കിൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷേ നമ്മളത് കൊടുക്കുന്നില്ല. കാരണം എന്താണ്, നമുക്ക് മില്യൺസ് ഓഫ് യൂസേഴ്സാണ്. ഓക്കെ, അറ്റ് എ ടൈം മില്യൺസ് ഓഫ് യൂസേഴ്സാണ് നമ്മൾ ഈ സ്പേസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ ഫ്രീക്വൻസി വെച്ച് കൊടുക്കാനുള്ള ഫ്രീക്വൻസി ബാൻഡ് നമ്മളിലില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കോമ്പിനേഷനായിട്ട് നമ്മൾ ഈ GSM യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രീക്വൻസി പ്ലസ് TDM ആണ് നമ്മൾ മിക്കപ്പോഴും യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ CDMA യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാകും CDMA ടെക്നോളജി. പഠിച്ചിട്ടില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. CDMA ടെക്നോളജി വെച്ചിട്ടുള്ള മൊബൈൽ ഫോണുകളെല്ലാം അല്ലേ. നമ്മുടെ പഴയ റിലയൻസ്, പിന്നെന്താണ് ടാറ്റ ഇൻഡിക്കോം എന്നൊക്കെ പറയുന്നത് CDMA ടെക്നോളജിയാണ്. ഓക്കെ,
അപ്പോൾ നല്ലൊരു ടെക്നോളജി ആയിരുന്നു, പക്ഷേ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ് അത് മാറ്റേണ്ടി വന്നത്. പിന്നെ അതെല്ലാം GSMലോട്ട് മാറി. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണുകളെല്ലാം GSM ടെക്നോളജിയാണ്. കോഡ് സ്പേസ് ഈസ് ഹ്യൂജ് കമ്പയർഡ് ടു ഫ്രീക്വൻസി സ്പേസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഡിസഡ്വാൻറ്റേജ്, ഹൈ കോംപ്ലക്സിറ്റി ഓഫ് ദ റിസീവർ. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്? The receiver has to know the code and must separate the channel with the user data from the background noise. ഓക്കെ, അപ്പോൾ റിസീവറിൻ്റെ സ്ഥാനത്ത് റിസീവറിന് ഒരുപാട് tedious ആയിട്ടുള്ള ടാസ്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് യൂസേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷേ റിസീവർ എന്ത് ചെയ്യണം? ഓരോ കോഡിനെയും ഹി ഹാസ് ടു സെപ്പറേറ്റ്. ഓക്കെ, ഈ ചാനലിൽ നിന്ന് ഓരോ കോഡിനെയും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതൊന്ന് യൂസർ ഡാറ്റ ചെയ്ത് നോയ്സ് ചെയ്ത് എന്ന് അത് മനസ്സിലാക്കണം. കാരണം ഇത് നോയ്സും എല്ലാം കൂടെ മിക്സപ്പ് ചെയ്തിട്ടായിരിക്കും ഈ കോഡിൻ്റെ കൂടെ കയറി വരുന്നത്. ഓക്കെ, അപ്പോൾ ദ റിസീവർ ഹാസ് ദ ഹൈ കോംപ്ലക്സിറ്റി. ഓക്കെ, ഇപ്പോൾ കോംപ്ലക്സ് ടാസ്ക് ഈസ് ബീങ് അസൈൻ ടു റിസീവർ. എന്താണ് ടാസ്ക്? ഹി ഹാസ് ടു നോ ദ കോഡ്, സെപ്പറേറ്റ് ദ ചാനൽ വിത്ത് ദ യൂസർ ഡാറ്റ ആൻഡ് ദ ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. ഓക്കെ, ദ റിസീവർ മസ്റ്റ് ബി പ്രിസൈസ്ലി സിങ്ക്രണൈസ്ഡ് വിത്ത് ദ ട്രാൻസ്മിറ്റർ ടു അപ്ലൈ ദ ഡീകോഡിങ് കറക്റ്റ്ലി. ഓക്കെ, അപ്പോൾ റിസീവറും സെൻറ്ററും തമ്മിൽ ഒരു സിങ്ക്രണൈസേഷൻ ഉണ്ടാവണം. കറക്റ്റായിട്ടുള്ള സിങ്ക്രണൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് ഡീകോഡിങ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് ദ സെൻറ്റർ വിൽ ബി അസൈനിങ് എ കോഡ്. ഓക്കെ, ഇപ്പോൾ 10101 എന്ന് പറയുന്നൊരു കോഡ്. ഇപ്പോൾ റിസീവർ സൈഡിലും ആ കോഡിൻ്റെ സിങ്ക്രണൈസേഷൻ ഈക്വൽ ആയിരിക്കണം. അവിടെ 10101 ആയിരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് അതാണെങ്കിൽ മാത്രമേ ക്യാൻ ബി ഈസിലി ഡീകോഡഡ്. അപ്പോൾ ഇവർ തമ്മിലൊരു സിങ്ക്രണൈസേഷൻ എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ സിങ്ക്രണൈസേഷൻ കട്ടായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവത്തില്ല. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെയിൻ ഒരു പ്രോബ്ലം. ഇതാണ് ഈ CDMA ടെക്നോളജി നമ്മൾ വിഡ്രോയിനുള്ള മെയിൻ ഒരു റീസൺ അതാണ്. ഓക്കെ, CDMA നമുക്ക് ഇൻ്റർഫിയറൻസ് ഇല്ല, ടാപ്പിംഗ് ഒന്നും പോസിബിളേ അല്ല. എന്നിൽ കൂടി നമുക്ക് CDMA ടെക്നോളജി കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ കാര്യം അതാണ്. കാരണം ഒരുപാട് യൂസേഴ്സ് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കോംപ്ലക്സിറ്റി കൂടും. ഓക്കെ, ഇപ്പോൾ റിസീവർ സൈഡിൽ അത്രയും കോംപ്ലക്സിറ്റി കൂടും. പിന്നെ റിസീവറിൽ സിങ്ക്രണൈസേഷന് ബുദ്ധിമുട്ടൊക്കെ വരും. ഓക്കെ, അപ്പോൾ കണക്ഷൻ കിട്ടാത്ത പ്രശ്നങ്ങൾ വരും. അതാണ് ഈ CDMA നമ്മൾ ഇവിടെ നിന്ന് വിഡ്രോ ചെയ്തത്. ഓൾ സിഗ്നൽ ഷുഡ് റീച്ച് എ റിസീവർ വിത്ത് ഓൾമോസ്റ്റ് ഈക്വൽ സ്ട്രെങ്ത്. ഓക്കെ, ഇപ്പോൾ സിഗ്നൽസ് എന്ത് ചെയ്യുന്നു? ഒരേ സമയത്ത്, അതായത് റിസീവറിൻ്റെ സൈഡിൽ നല്ല സ്ട്രെങ്ത്തിൽ വേണം വരാൻ, അല്ലെങ്കിൽ ഇതിന് ഡീകോഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം റിസീവ് ചെയ്യുന്ന സമയത്ത് ദ സിഗ്നൽ സ്ട്രെങ്ത് വിൽ ബി ഹൈ, അതർവൈസ് വി കനോട്ട് ഡീകോഡ് ദ സിഗ്നൽ. So these are the disadvantages of code division multiplexing. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് ഈ CDM ടെക്നോളജി, കോഡ് ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് ടെക്നോളജി വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്പിൾ യൂസേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് അടുത്ത. അതായത് മീഡിയം ആക്സസ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ്. ഓക്കെ, ഇപ്പോൾ കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം അതിന് മുമ്പായിട്ട് മീഡിയം ആക്സസ് കൺട്രോൾ എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാം. ഇറ്റ് കംപ്രൈസ് ഓൾ മെക്കാനിസം ദാറ്റ് റെഗുലേറ്റ് യൂസേഴ്സ് ടു ആക്സസ് ദ മീഡിയം യൂസിങ് SDM, TDM, FDM ഓർ CDM. ഓക്കെ, അതായത് മീഡിയം ആക്സസ് എന്ന് പറയുന്നത്, മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചാനൽ. ഓക്കെ, അപ്പം ഈ ഒരു ചാനലിൽ ഈ മൾട്ടിപ്പിൾ യൂസേഴ്സ് എങ്ങനെ ആക്സസ് ചെയ്യുന്നു, അത് ആക്സസ് ചെയ്യാൻ നമുക്ക് ഓരോ ടെക്നോളജീസ് ഉണ്ട്. ഏതൊക്കെയാണ്? ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്, ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്, ഓൾസോ കോഡ് ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്. അപ്പോൾ ഈ ടെക്നോളജി, ഈ SDM എന്ന് പറഞ്ഞാൽ സ്പേസ് ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് ആണ്. നിങ്ങൾ പഠിച്ചില്ല, അതിന് പഠിക്കാം. അപ്പോൾ ഈ ടെക്നോളജീസ് വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്പിൾ യൂസേഴ്സിനെ എങ്ങനെ ഒരു മീഡിയം നമുക്ക് ആക്സസ് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് മീഡിയം ആക്സസ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് കംപ്രൈസ് ഓൾ മെക്കാനിസം ദാറ്റ് that control user access to a medium using these technologies, the above set technologies. Okay, above set multiplexing technologies വെച്ചിട്ട് മൾട്ടിപ്പിൾ യൂസേഴ്സിനെ എങ്ങനെ നമുക്ക് മീഡിയം ആക്സസ് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് മീഡിയം ആക്സസ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ള മീഡിയം ആക്സസ് കൺട്രോൾ മെക്കാനിസം എന്ന് പറയുന്നത് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ്. CDMA, കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. ഓക്കെ,
അപ്പോൾ നമ്മൾ ഈ കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഈ മൾട്ടിപ്പിൾ ആക്സസ് ടെക്നോളജി ഈസ് ഡെവലപ്ഡ് യൂസിങ് ദ മൾട്ടിപ്ലെക്സിങ് ടെക്നിക് കോൾഡ് കോഡ് ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. അപ്പോൾ കോഡ് ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മൾട്ടിപ്പിൾ ആക്സസ് പ്രോസസ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, here all terminals send on the same frequency probably at the same time and can use the whole bandwidth of the transmission channel. നമ്മൾ CDMൽ പറഞ്ഞ അതേ ഡെഫിനിഷനാണ്. ഓക്കെ, എല്ലാ ടെർമിനൽസിനും എല്ലാ സെൻറ്റേഴ്സിനും അല്ലെങ്കിൽ എല്ലാ യൂസേഴ്സിനും ഒരേ ഫ്രീക്വൻസിയിൽ ഒരേ സമയത്ത് ഓക്കെ ഒരേ ബാൻഡ്വിഡ്ത്ത് എടുത്ത് വെച്ച് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബിക്കോസ് ദേ ഹാവ് ബീൻ സെപ്പറേറ്റഡ് യൂസിങ് എ കോഡ്. ഓക്കെ, അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. ഈച്ച് സെൻറ്റർ ഹാസ് എ യുണീക്ക് കോഡ്. ഈ കോഡ് വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെൻറ്റർ എന്ത് ചെയ്യുന്നു? ദ സെൻറ്റർ എക്സോർസ് ദ സിഗ്നൽ വിത്ത് ദ റാൻഡം നമ്പർ കോഡ്. ഓക്കെ, സെൻറ്റർ ഈ റാൻഡം നമ്പർ കോഡ് വെച്ചിട്ട് അവരുടെ ഇൻഫർമേഷൻ എക്സോർ ചെയ്തിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സോർ ചെയ്യുമ്പോഴത്തേക്കും അതിന് വേറൊരു ബിറ്റ് ഫോമിലോട്ട് തന്നെ മാറും. ഓക്കെ, അപ്പോൾ കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ മെക്കാനിസമാണ്. ഓക്കെ, ഇപ്പോൾ 1010 കോഡിന് നമ്മൾ എന്ത് ചെയ്യുന്നു? വരുന്ന ഇൻഫർമേഷന് ഡിജിറ്റൽ സിഗ്നലിന് എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിജിറ്റൽ ഡാറ്റയെ നമ്മൾ ഒരു യുണീക്ക് കോഡ്, ഒരു ചിപ്പിംഗ് കോഡെന്ന് പറയാം, ആ കോഡ് വെച്ച് നമ്മൾ എക്സോർ ചെയ്തിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ദ റിസീവർ എന്ത് ചെയ്യാൻ പറ്റും? റിസീവർ ക്യാൻ ട്യൂൺ ഇൻ ടു ദ സിഗ്നൽ ഇഫ് ഇറ്റ് നോസ് ദ റാൻഡം നമ്പർ കോഡ്. ഇതേ കോഡ് വെച്ച് ഈ റിസീവർ എന്ത് ചെയ്യുന്നു? വീണ്ടും ഓപ്പറേറ്റ് ചെയ്തിട്ട് ആ ഒറിജിനൽ സിഗ്നലിനെ അവർ റിട്രീവ് ചെയ്യും. അതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതിനെന്ത് ചെയ്യുന്നു? ഇത് ജസ്റ്റ് ഒന്ന് റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കാം. ദിസ് ഈസ് എ സെൻറ്റർ ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ആ സിഗ്നലിനെ നമ്മൾ ഒരു യുണീക്ക് കോഡ് കൊണ്ട് നമ്മൾ എക്സോർ ചെയ്യും. ഓക്കെ, യുണീക്ക് കോഡ് കൊണ്ട് നമ്മൾ എക്സോർ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്റ് ചെയ്യും. ക്ലിയർ? റിസീവർ സൈഡിൽ എന്ത് സംഭവിക്കുന്നു? ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ പോവുകയാണ്. റിസീവർ സൈഡിൽ റിസീവർ ഇതിനെ എടുക്കും. ഓക്കെ, റിസീവർ ഇതിനെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഹി വിൽ അപ്ലൈ ദ സെയിം കോഡ് എഗെയിൻ. ഓക്കെ, ഈ സെയിം കോഡ് വീണ്ടും അപ്ലൈ ചെയ്തിട്ട് ആ ഒറിജിനൽ സിഗ്നലിനെ അവർ റിട്രീവ് ചെയ്യും. ഓക്കെ, സോ ഒറിജിനൽ സിഗ്നൽ ഈസ് ദിസ് SO ഈസ് ദ ഒറിജിനൽ സിഗ്നൽ. ഓക്കെ, അതിനെ അവർ റിട്രീവ് ചെയ്ത് എടുക്കും. ദിസ് ഈസ് ദ കോൺസെപ്റ്റ് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കേണ്ട, ഇത് ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ പ്രോസസ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ സെൻറ്റർ എയിൽ സെൻഡ് ചെയ്യുന്ന സിഗ്നൽ എന്ന് പറയുന്നത് 1 എന്ന് പറയുന്ന ഒരു ഡാറ്റയാണ്. 1 എന്ന് പറയുന്ന ഡാറ്റയാണ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ 1 സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു ചിപ്പിംഗ് കോഡ്, നമ്മുടെ കോഡ്, ഇതാണ് നമ്മുടെ കോഡ്. AK എന്ന് പറയുന്നതാണ് കോഡ്. ഈ കോഡ് വെച്ചിട്ട് ഇതിനെ നമ്മൾ വേറെ രീതിയിൽ വേറെ ഫോമിലേക്ക് ഇതിനെ മാറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ സെൻഡിങ് സിഗ്നൽ എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റ സിഗ്നൽ AD = 1. ഓക്കെ, നമ്മളെ കീ എന്ന് പറയുന്നത് ഇതാണ്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. AD × AK. ഒന്നുകിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എക്സോർ ചെയ്യാം. ബിറ്റ് വൈസ് എക്സോർ ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. രണ്ടും പോസിബിളാണ്. ഒന്നുകിൽ വി ക്യാൻ എക്സോർ, ബിറ്റ് വൈസ് എക്സോർ ക്യാൻ ബി അപ്ലൈഡ്, ഓർ ഐദർ വി ക്യാൻ മൾട്ടിപ്ലൈ. Okay, so the sending signal AS equal to AD into AK. What is AD? AD is the data signal, AK is the key. ഇത് രണ്ടും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഡാറ്റയിലും കീയിലും നമ്മൾ ചെറിയൊരു വേരിയേഷൻസ് വരുത്തും. ഓക്കെ, അതായത് 0 ആണെങ്കിൽ, ഓക്കെ, ഡാറ്റയിലും കീയിലും, ഓക്കെ, നമ്മൾ ബിറ്റ് 0 ആണെങ്കിൽ വിൽ ബി അസൈനിങ് -1, 1 ആണെങ്കിൽ +1 അസൈൻ ചെയ്യും. ഓക്കെ, അങ്ങനെ അസൈൻ ചെയ്തിട്ടാണ് വിൽ ബി മൾട്ടിപ്ലൈ. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇത് ഡാറ്റ 1 ആണ്, സോ +1. ഓക്കെ, ഇവിടെ 0 വരുന്നിടത്ത് -1 ഇടും, ബാക്കിയെല്ലാം +1. ഇവിടെ 0 ആയതുകൊണ്ട് -1. ഇവിടെ അഗെയിൻ 4th ബിറ്റ് 0 ആയതുകൊണ്ട് -1. 5th ബിറ്റ് ഈസ് 1, സോ +1. 6th ബിറ്റ് ഈസ് 1, സോ +1. ഓക്കെ,
ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് ദിസ് സിഗ്നൽ. സോ ദ സെൻഡിങ് സിഗ്നൽ AS എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇതുപോലെ ബിയും സെൻഡ് ചെയ്യും. ഓക്കെ, അപ്പം എ മാത്രമല്ല ചാനലിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ബിയും ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, ബി ഏതാ സെൻഡ് ചെയ്യുന്നത്? ബി ഈസ് സെൻഡിങ് ദ ഡാറ്റ 0. So here the key is, another key is used, 11011 110101. ഓക്കെ, അപ്പോൾ പഴയ പോലെ 0 ആണെങ്കിൽ -1 അസൈൻ ചെയ്യും, 1 ആണെങ്കിൽ +1 അസൈൻ ചെയ്യും. ഓക്കെ, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. സെൻഡിങ് സിഗ്നൽ BS = BD × BK. ഓക്കെ, ഇപ്പോൾ 0 ആയതുകൊണ്ട് -1, 1 +1 +1 0 -1 1 +1 0 -1 1 +1. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി ഇത് രണ്ടും കൂടെ, ഇപ്പോൾ രണ്ടും കൂടെ സെൻഡ് ചെയ്യുന്ന ഏതാണ്? AS, ദിസ് ഈസ് AS, ദിസ് ഈസ് BS. സെൻഡിങ് സിഗ്നൽസ് ASഉം BSഉം ആണ്. അപ്പോൾ ഈ രണ്ട് സിഗ്നലും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? സൂപ്പർ ഇമ്പോസ് ചെയ്യും. ദീസ് 2 സിഗ്നൽസ് വിൽ ബി സൂപ്പർ ഇമ്പോസ്. നമ്മൾ ഒറ്റ ചാനലിൽ കൂടെയാണ് കടത്തി വിടുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്? എല്ലാത്തിനെയും കൂടെ ഒരുമിച്ചാക്കും, സൂപ്പർ ഇമ്പോസ് ചെയ്യും. സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ നമ്മൾ രണ്ടും കൂടെ ആഡ് ചെയ്യും, AS + BS. ഓക്കെ, സോ AS + BS ചെയ്യും. ഓക്കെ, നമ്മൾ ഓരോ വാല്യൂസ് വെച്ച് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ -1 അതാണ് -2 വന്നത്. ഓക്കെ, +1 രണ്ടാമത്തെ -1 ആണ്. ഓക്കെ, ഇപ്പോൾ 0 വന്നു. -1 മൂന്നാമത്തെ എത്ര? +1, അപ്പോൾ 0. -1 ഓക്കെ, നാലാമത്തത് -1 സോ -2. +1 അഞ്ചാമത്തത് +1 +1 +2. ആറാമത്തത് +1 -1 2. അപ്പോൾ AS + BS ഇതാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലാണ് ഇത്, AS + BS. ക്ലിയർ? ഇനി റിസീവർ സൈഡിൽ എന്ത് സംഭവിക്കുന്നു? ഓക്കെ, റിസീവർ സൈഡിൽ നമ്മുടെ റിസീവറിന് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇതാണ്, -2 0 0 -2 +2 0 അല്ലേ? അപ്പോൾ റിസീവർ സൈഡിന് കിട്ടുന്നത് ഇതാണ്. ക്ലിയർ? അപ്പോൾ റിസീവർ എന്ത് ചെയ്യുന്നു? ഇത് ഈ സെയിം ഓപ്പറേഷൻ വീണ്ടും ചെയ്യുന്നു. അതായത് നമ്മൾ AK എന്ന് പറയുന്ന കീ ഉണ്ട്, ആ കീ വെച്ചിട്ട്, അതായത് എയുടെ റിസീവറാണിത്. ഓക്കെ, എയുടെ റിസീവറാണ് AE എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്ത് ചെയ്യുന്നു? നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വാട്ട് വി ഡു, ദ റിസീവ്ഡ് സിഗ്നൽ ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് ദ സെയിം കീ ഓർ ദ ചിപ്പിംഗ് കോഡ്. അത് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇപ്പോൾ ഇന്നർ പ്രോഡക്റ്റാണ് എടുക്കുന്നത്. ഓക്കെ, അതായത് നമ്മളിവിടെ 0 1 0 അല്ല -1 +1 ഇതല്ലേ എടുക്കുന്നത്. ഇതിന് നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് എടുക്കും, അതായത് ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ക്ലിയർ? -1 -2 × -1. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കോഡ് ഞാൻ ഇവിടെ ഒന്ന് എഴുതിയിടാം. അത് ഞാൻ ഇവിടെ കോപ്പി ചെയ്തില്ല, അത് ഞാൻ ഇവിടെ ഒന്ന് എഴുതിയിടാം. അതായത് നേരത്തെ പറഞ്ഞ കോഡ് എന്ന് പറയുന്നത് ഈ സാധനം. ഓക്കെ, -1 -1 +1 -1 അല്ലേ, -1 -1 +1 +1 അങ്ങനെയാണല്ലോ. -1 +1 -1 -1 +1 +1. ഓക്കെ, ദിസ് ഈസ് ദ കോഡ്. ഓക്കെ, അപ്പോൾ ഇതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതാണ് AK, ദിസ് ഈസ് കോൾഡ് AK. ഞാനിപ്പോൾ മുകളിലോട്ട് എഴുതിയതാണ് ഈ AK എന്ന് പറയുന്ന സംഭവം. ഓക്കെ, നമ്മളിവിടെ നേരത്തെ കിട്ടിയ സാധനമാണ്. ഓക്കെ, ഇതാണ് AK. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇന്നർ പ്രോഡക്റ്റാണ് എടുക്കുന്നത്. ഓക്കെ, ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോന്നായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. -1 × -2 ഇറ്റ് ഈസ് 2 അല്ലേ? -1 -2 2 +1 × 0 0 -1 × 0 0 -1 × -2 2 -1 × +2 സോറി 1 2 3 4 ഇതാണ് -1 × -2 2 അല്ലേ? +1 × 2 2 +1 × 0 0. ഓക്കെ, സോ വിൽ ബി ഗെറ്റിംഗ് 6. അപ്പം 6 എന്ന് പറയുന്നൊരു ബൈനറി നമുക്കില്ല. ഓക്കെ, അതൊരു ഡെസിമൽ വാല്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ദ റിസൾട്ട് ഈസ് അങ്ങനെ കിട്ടുന്ന സംഭവം ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ വി വിൽ ബി അസ്യൂമിങ് ദാറ്റ് ദ ഒറിജിനൽ ബിറ്റ് വാസ് 1. സെൻഡ് ചെയ്തത് 1 ആണെന്ന് മനസ്സിലാക്കും.
ഓക്കെ, എ സെൻഡ് ചെയ്ത് 1 അല്ലേ? എ സെൻഡ് ചെയ്ത ഡാറ്റ എ ഡി എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, അപ്പോൾ ഈ 1 റിട്രീവ് ചെയ്ത് കണ്ടോ. ഇനി റിസീവർ ബി എന്താ ചെയ്യുന്നത്? ഓക്കെ, ഈ സെയിം ഡാറ്റേനെ നമ്മൾ ബി കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. വാട്ട് ഈസ് ബി കെ? ബി കെ എന്ന് പറഞ്ഞാൽ ഈ സംഭവമാണ്. ഓക്കെ, അവൻ ബി കെ ഞാൻ അവിടെ എഴുതിയിടാം. ബി കെ ഈസ് +1 +1 -1 +1. ഓക്കെ, +1 ആദ്യമായിട്ട് +1, പിന്നെ ഇടയിൽ മൈനസ് ഉണ്ട്. മൈനസ് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. +1 +1 -1 +1 -1 +1. ഇതാണ് ബി കെ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് ബി കെ എന്ന് പറയുന്നത്. ഇനി അപ്പം ഇവിടെ ചെയ്യുന്നത് എന്താ? ഇവിടെ നമ്മൾ ഈ പറഞ്ഞ കിട്ടിയ ഇൻഫർമേഷനും ഈ ബി കെ ആയിട്ട് നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് എടുക്കും അല്ലേ? അതായത് -2 × 1 -2, 0 × +1 0, 0 × -1 0, -2 × +1 -2, +2 × -1 that is -2, 0 × 1 that is 0. അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് വിൽ ബി ഗെറ്റിംഗ് -6, വിച്ച് മീൻസ് ദാറ്റ് ദ ബിറ്റ് ഈസ് 0. അതായത് 0 ലെസ് ദാൻ 0 ആണെങ്കിൽ വിൽ ബി അസ്യൂമിങ് ദാറ്റ് ദ ബിറ്റ് ഈസ് 0. ഓക്കെ, ബി സെൻഡ് ചെയ്തതാണ്? ബി സെൻഡ് ചെയ്തത് 0 തന്നെയാണ്. ഓക്കെ, ദിസ് ഈസ് ഹൗ വി ആർ റിട്രീവിങ് ദ ഇൻഫർമേഷൻ. ഓക്കെ, ഇത് ഒരു ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സംഭവമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഒരു സിംഗിൾ ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്ത കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത്രയും ലാർജ് ബിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിട്ട് മാറും. ഓക്കെ, അപ്പം അപ്പോൾ അതാണ് പറയുന്നത്, റിസീവർ ആൻഡ് ദ സെൻഡർ മസ്റ്റ് ബി സിങ്ക്രണൈസ്ഡ് പ്രോപ്പർലി, അതർവൈസ് വിൽ നോട്ട് ബി ഏബിൾ ടു ഗെറ്റ് ദ ഒറിജിനൽ സിഗ്നൽ. ദറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഹിയർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്മൾ പറഞ്ഞ സാധനത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ് നമ്മുടെ ഡാറ്റ. ഇവിടെ നേരത്തെ നമ്മൾ സിംഗിൾ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ട് കൊടുക്കുന്നു 101 അല്ലേ? ഇവിടെ ഡാറ്റ നമ്മൾ ഇത് കീ ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ കീ. ഓക്കെ, അപ്പോൾ കീയെ നമ്മൾ ഒന്നുകൂടെ എടുത്ത് എഴുതിയിരിക്കുന്നതാണ്. 0 ഇവിടെ നമ്മൾ തിരിച്ചെഴുതിയിരിക്കുന്നത് 0 1 0 1 0 0 1 0 0 0 1 0 1 1 0 0 1 1. ഓക്കെ, ദിസ് ഈസ് ദ കീ. അപ്പോൾ നമ്മളിവിടെ ഡാറ്റയും കീയുമായിട്ട് നമ്മൾ നേരത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഞാൻ പറഞ്ഞു എക്സോർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അതാണ് ചെയ്തിരിക്കുന്നത്, ഡാറ്റയും കീയും കൂടെ എക്സോർ ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ 0 XOR 1 XOR 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 XOR 1 0, 1 XOR 0 1, 1 XOR 1 0 അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കിട്ടിയതാണ് നമ്മുടെ സിഗ്നൽ എ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരച്ചെടുത്തതാണിത്. AS എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, AS എന്ന് പറയുന്ന സംഭവം ഇതാണ്. ഇതുപോലെ സിഗ്നൽ എ നമുക്ക് AS നമുക്ക് കിട്ടി. ഇനി ബി, ഡാറ്റ ബി ഇതാണ്. ഡാറ്റ ബിയുടെ കൂടെ നമുക്കൊരു കീ ഉണ്ട്. ആ കീയും ഇതും കൂടെ എക്സോർ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, അങ്ങനെ എക്സോർ ചെയ്ത് കിട്ടിയതാണിത്. ദിസ് ഈസ് സിഗ്നൽ ബി. ഇതാണ് സെൻഡ് ചെയ്യുന്ന സിഗ്നൽ, ദാറ്റ് ഈസ് BS. ASഉം BSഉം ഉണ്ട്. ഈ ASഉം BSഉം കൂടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്, ഓക്കെ, നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സൂപ്പർ ഇമ്പോസ് ചെയ്ത സിഗ്നലാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് 0 ആണ്. ഫസ്റ്റ് ലെവലിൽ നോക്കുക, ഓരോ ലെവലായിട്ട് നോക്കുക. 0 + 0 ദാറ്റ് ഈസ് 0. ഓക്കെ, ഹിയർ 0 + 1 1. ഓക്കെ, ഇവിടെ മൂന്നാമത്തെ ലെവൽ 0 0 + 0 0. നാലാമത്തെ ലെവൽ നോക്കുക, 1 + 1 1 + 1 is 2. അതാണ് മുകളിലോട്ട് പോയിരിക്കുന്നുണ്ട്, മുകളിലോട്ട് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി, ദിസ് ഇസ് 2. ഓക്കെ, അഗെയിൻ 0
1 plus 0 is 1. Again 0 plus 0 is 0. Okay, ഈ ലെവൽ നോക്കുക, ഈ ലെവൽ 1 plus 1 is 2. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇത്. അങ്ങനെ ചെയ്താണ് AS plus BS. ഇതിനെയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ക്ലിയർ? സോ ദിസ് ഈസ് കോൾഡ് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ വെച്ച് വേണം നമ്മൾ പറയാനായിട്ട്, എക്സാമ്പിൾ വെച്ച് വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. ഓക്കെ, Now disadvantage and advantages of CDMA: higher complexity of the receiver. All signals should have the same strength. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, റിസീവറിൻ്റെ സൈഡിലാണ് കോംപ്ലക്സിറ്റി കൂടുന്നത്, എല്ലാവർക്കും ഒരേ സ്ട്രെങ്ത്തും ആയിരിക്കണം സിഗ്നലിന്. All terminals use the same frequency. No planning needed. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജ് എന്താണ്? എല്ലാവർക്കും ഒരേ ഫ്രീക്വൻസി യൂസ് ചെയ്യാം, അവിടെ ഫ്രീക്വൻസി പ്ലാനിങ്ങിൻ്റെ ആവശ്യമില്ല. ഹ്യൂജ് കോഡ് സ്പേസ് കമ്പയർഡ് ടു ഫ്രീക്വൻസി. കോഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ കൂടുതലാണ്, ഫ്രീക്വൻസി നമുക്ക് കുറച്ച് അസൈൻ ചെയ്യാനുള്ളൂ, ബട്ട് കോഡ് എന്ന് പറയുന്നത് യു ഹാവ് ലാർജ്. ഫോർവേഡ് എറർ കറക്ഷൻ ആൻഡ് എൻക്രിപ്ഷൻ ക്യാൻ ബി ഈസിലി ഇൻറ്റിഗ്രേറ്റഡ്. അതായത് ഫോർവേഡ് എറർ കറക്ഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ എറർ കറക്ഷൻ മെക്കാനിസംസ് ആണ്. ദറ്റ് മീൻസ് നമ്മൾ സെൻഡ് ചെയ്യുന്ന ബിറ്റ് അതുപോലെ റിസീവർ സൈഡിൽ കിട്ടുന്നുണ്ടോ എന്നറിയാനുള്ള ചില മെക്കാനിസംസ് ഉണ്ട്. ഓക്കെ, എറർ ചെക്കിംഗ് മെക്കാനിസംസ് ഉണ്ട്, അതാണ് ഫോർവേഡ് എറർ കറക്ഷൻ എന്നൊക്കെ പറയുന്നത്. ദാറ്റ് ക്യാൻ ബി ഈസിലി ഇൻറ്റഗ്രേറ്റഡ് ഇൻ ദിസ് സിസ്റ്റം. ഓക്കെ, ഈ FEC എന്നൊക്കെ പറയുന്ന ടെക്നോളജി നിങ്ങൾ പഠിക്കും. ഓക്കെ, സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് CDMA. ഓക്കെ, അപ്പോൾ CDMA നല്ലപോലെ പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു.